അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വെക്കാൻ പോകുന്നത് മീൻ മാങ്ങയിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ചെമ്പല്ലിയാണ്. ഞങ്ങൾക്ക് ഇന്ന് പോയപ്പോൾ വഞ്ചിക്കാരുടെ മീനെ കിട്ടിയത്. നല്ല ഫ്രഷ് മീൻ കിട്ടി കേട്ടോ. ചെമ്പല്ലി 1/2 കിലോ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ിലേക്ക് 2 മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. അത് പുളി കുറഞ്ഞ മാങ്ങ ഇതുകൊണ്ടാണ് കേട്ടോ 2 എടുത്തത്, ഇല്ലെങ്കിൽ 1 മതി. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 8 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ആ ഉള്ളിയുടെ കൂടെ ചതക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളിയും, ഇത് 3ഉം കൂടി ചതച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ അരപ്പിലേക്കായിട്ട് ഒരു പകുതി മുറി തേങ്ങ ചിരണ്ടിയത്, അതിലൊരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ചതച്ചതെല്ലാം കൂടി ഇടുക. ഇതിന്റെ മണം നല്ല രസമല്ലേ. എനിക്ക് ഉള്ളി വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിവേപ്പില, പച്ചമുളക്, അരപ്പിട്ടിട്ടുണ്ട്. ഇളക്കി ഹെൽപ്പ് ചെയ്യാം. അമ്മ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കുക. അധികം മൂക്കണ്ട. ഇതിൻ്റെ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം അതിൻ്റെ ആ കഴുകി വെള്ളം ഒഴിക്കുക. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് അമ്മ. ഇനി ബാക്കി മീനിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തിളക്കട്ടെ. ആയി, നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇപ്പൊ ഈ ട്രോളിംഗ് നിരോധനം ഇതുകൊണ്ടേ നമുക്കിവിടെ വഞ്ചിക്കാരുടെ മീനെ കൂടുതലും കിട്ടുന്നത്. അതുകൊണ്ട് നല്ല ഫ്രഷ് മീനാണ് അത്ര വരുന്നത്. കല്ലുപ്പ് പോരട്ടെ. എനിക്കും കല്ലുപ്പ് തന്നെയാണ് ഇഷ്ടം. ഞാനും കുക്ക് ചെയ്യുമ്പോൾ കൂടുതലും കല്ലുപ്പിട്ട്. എന്നിട്ട് നമുക്ക് രണ്ടാമത് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് പോരാ എന്നാണെങ്കിൽ നമ്മൾ പിന്നെ പൊടിയുപ്പ് ഇടുള്ളൂ. കാരണം പിന്നെ കല്ലുപ്പിട്ടാൽ നമുക്കൊരു അളവ് കിട്ടില്ല. ഇതാകുമ്പോൾ ഒരു കൈ അളവിന് കല്ലുപ്പിടാൻ പറ്റും. മെല്ലെ പൊടിയാതെ മാങ്ങയൊക്കെ ഒന്ന് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെക്കുക. മൂടി വെച്ച് തള വന്നേക്കൊണ്ട് വരുന്നുണ്ട്. തീ കുറച്ച് വെക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ ഇരുന്ന് വേവട്ടെ. നമ്മൾ ഇച്ചിരി ഉലുവാപ്പൊടി ഇടാൻ പോവുകയാണ്. ഒന്ന് കാണിച്ചേക്കാം. എത്ര? ഒരു 1/4 ടീസ്പൂൺ. ഒരു നുള്ളെന്ന് പറഞ്ഞിരിക്കും നല്ലത്. ഇത് ഉലുവാപ്പൊടി കുറച്ച് കൂടിയ കയ്പ് വരും അല്ലേ? അപ്പൊ കുറച്ചിട്ടാ മതി. ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ അല്ലേ? ആദ്യം ഒഴിച്ചുകൊണ്ട് വേണമെന്നില്ല, എന്നാലും ഇവിടെ എല്ലാ കറിക്കും നമ്മൾ ഒഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റ് വരും.
ഇനി ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്യാൻ പോകാം. ഓഫ് ചെയ്തോ. അപ്പൊ നമ്മുടെ മീൻ കറി റെഡി. അപ്പൊ എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു എല്ലാവരോടും? പറയാന്ന് വെച്ചാ എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് തന്നെയായിട്ട് എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടില്ലല്ലേ? അല്ലെ, ഞാൻ ചിക്കൻ പറ്റലൊക്കെ ഇട്ടു, അതൊക്കെ എല്ലാരും ചെയ്ത് നോക്കിയാ. അതെ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് അതിന്റെ അറിഞ്ഞ് എനിക്കൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഇടുക. എല്ലാരും കുറെ പേരൊക്കെ അഭിപ്രായം ഇട്ടിട്ടോ, ഒരുപാട് പേര് അഭിപ്രായം ഇട്ട്. പറഞ്ഞു ഇതിപ്പോ ബാച്ചിലേഴ്സ് ആയി ജീവിക്കുന്ന പിള്ളേരില്ല, അവർക്കൊക്കെ ഇത് അറിയാത്തവരും കാണും. അപ്പൊ അവര് ഒക്കെ അതൊന്ന് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. ടാറ്റ, ബൈ ബൈ.